കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് PP ദിവ്യയാണ് ഏകപ്രതി. ഔദ്യോഗിക ജീവിതത്തിൽ ഗുരുതര വേട്ടയാടൽ ഭയന്നാണ് ആത്മഹത്യയെന്നാണ് കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന PP ദിവ്യയുടെ ആരോപണം ശരിവെക്കുന്ന സാഹചര്യ തെളിവുകൾ ലഭിച്ചതായും കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ കൈക്കൂലി ആരോപണം തള്ളിയ ADMന്റെ കുടുംബം കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്ന് പ്രതികരിച്ചു. 79 സാക്ഷികളുള്ള കേസിൽ CPIM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യയാണ് ഏകപ്രതി. ആകെ 79 സാക്ഷികൾ. 2024 ഒക്ടോബർ 15-ന് കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ പുലർച്ചെ 4:56-നും രാവിലെ 8 മണിക്കുമിടയിലാണ് മരണം. ADM നവീൻ ബാബുവിന്റെ മരണകാരണം യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശമാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അധിക്ഷേപം ആസൂത്രിതമെന്നും കുറ്റപത്രത്തിലുണ്ട്. യാത്രയപ്പ് ചടങ്ങിനെക്കുറിച്ച് അറിയാൻ പലതവണ കളക്ടറുടെ PAയെ ദിവ്യ ഫോണിൽ വിളിച്ചു. ക്ഷണിക്കാത്ത ചടങ്ങിന് ദിവ്യ എത്തിയത് കൃത്യമായ ലക്ഷ്യത്തോടെയെന്നും പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പകർത്തിയതും പ്രചരിപ്പിച്ചതും ദിവ്യ തന്നെ എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകൾ ലഭിച്ചു. NOC ലഭിക്കുന്നതിന് മുൻപ് പ്രശാന്തൻ ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. നവീൻ ബാബുവും പ്രശാന്തനും നിരവധി തവണ ഫോണിൽ സംസാരിച്ചു. NOC അനുവദിക്കും മുൻപ് പ്രശാന്തൻ ക്വാർട്ടേഴ്സിലെത്തി ADMനെ കണ്ടുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ പണം കൈമാറിയതിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. സാധൂകരണ തെളിവുകൾ ഉണ്ടെങ്കിലും സ്വീകരിക്കേണ്ട നിയമ നടപടി ദിവ്യ സ്വീകരിച്ചില്ല. പൊതുമധ്യത്തിൽ ഉന്നയിക്കും മുൻപ് എവിടെയും പരാതി അറിയിച്ചില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പോലീസ് കുറ്റപത്രത്തിൽ നവീൻ ബാബുവിനെതിരായ കണ്ടെത്തലുകൾ കുടുംബം നിഷേധിച്ചു. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അപേക്ഷകനെ സംബന്ധിച്ച് ആ ഓഫീസറുമായിട്ട് പലവട്ടം സംസാരിക്കേണ്ടി വരാറുണ്ട്. ഇത്രയും കരുതി കൂട്ടി തെളിവുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ തീർച്ചയായും കൈക്കൂലി ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു തെളിവുണ്ടാക്കാനും ആ ഓഡിയോ അല്ലെ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടാനും അവർ ശ്രമിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വ്യാജമാണ്. ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ പറയുന്നതും അതുതന്നെയാണ്. പെട്രോൾ പമ്പിന് അപേക്ഷിച്ച TV പ്രശാന്തൻ കേസിലെ 43-ാം സാക്ഷിയാണ്. എന്നാൽ കൈക്കൂലി നൽകിയെന്ന് പോലീസിന് സാഹചര്യ തെളിവുകൾ ലഭിച്ച TV പ്രശാന്തനെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് കാണിച്ച് അയച്ചെന്ന് പ്രശാന്തൻ പറഞ്ഞ കത്ത് വ്യാജമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വിജിലൻസും സ്ഥിരീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടിയില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.